ഹലോ. ഞാൻ ഈ ചാനലിൽ ഏറ്റവും കൂടുതലും പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിൽ കൂടുതലും ചെയ്തിട്ടുള്ളത്, ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ചെയ്ത് സക്സസ് ആയ കാര്യങ്ങളും ഈവൻ ഫെയിലിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഒരു പക്ഷേ ഈ ചാനലുണ്ടാവും. പക്ഷേ ഇതെല്ലാം സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ലോ ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ടൈം മാനേജ്മെൻറ്റോ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നിഷിലേക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ് ആയതും അല്ലെങ്കിൽ ഫെയിലിയർ ആയതും എൻ്റെ അനുഭവങ്ങളുടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് തോന്നിയൊരു തോന്നലാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. ലൈഫിലൊരു സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ, മുന്നിലേക്ക് പോകാനുള്ളൊരു ബ്ലോക്കേജ് ഒക്കെ വരും. അത് പല രീതിയിലും വരും. പക്ഷെ നമുക്ക് ഏതൊരു ബ്ലോക്കിലും ഏതൊരു സിറ്റുവേഷനിലും എനിക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതും അല്ലെങ്കിൽ ചെയ്ത് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ഇതിനായിട്ടൊരു പേപ്പറും പേനയും ഞാൻ എടുത്തു വയ്ക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫ് ടോക്കായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇത് രണ്ടും സെൽഫ് ടോക്കിന് കീഴേ വരുന്നതാണ്. ചില ആൾക്കാർ സെൽഫ് ടോക്ക് ജസ്റ്റ് പ്ലെയിനായിട്ട് ചെയ്യും. ചില ആൾക്കാർ പേപ്പറും പേനയും എടുത്തിട്ട് തോട്ട്സിനെ പേപ്പറിലേക്ക് കൊണ്ടുവന്ന് ചെയ്യും. ഞാൻ കുറച്ചുകൂടെ ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുക. ഒരു മിറർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിറർ യൂസ് ചെയ്യാം. മിറർ യൂസ് ചെയ്യാതെയും നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളെ പേരെടുത്ത് പറഞ്ഞ് തന്നെ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുക. ആദ്യം ജസ്റ്റ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യം ഇതൊക്കെ ഒന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു തമാശ പോലെയൊക്കെ തോന്നാം. കാരണം ഞാൻ എന്താണ് എൻ്റെ പേരെടുത്ത് വിളിക്കുന്നത് എന്നുള്ളത്. കാരണം ഞാൻ എൻ്റെ പേരെടുത്ത് വിളിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കോൾ ചെയ്യുന്ന പോലെയാണ്. വേറൊരു വെർഷനിലേക്ക് നമ്മൾ മാറുന്ന, നമ്മളെ കോൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കുശലം, ഒരാളിനെ ഫ്രണ്ടിനെ കാണുന്ന പോലെ കുശലം ചോദിക്കുക. എന്താണ്, സുഖമാണോ, എന്താണ് നിനക്ക് പ്രശ്നം എന്നൊക്കെ ഉള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കുശലം ചോദിക്കുക. എന്നിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന 3 ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ സ്ക്രീനിലും ഈ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ സ്ക്രീനിലും ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ചോദിക്കേണ്ട ചോദ്യം എഴുതി കാണിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ജേണിയാണ്. അപ്പോൾ ഈ ജേണിയെ നമ്മളൊരു സിംബോളിക്കായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നെ കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു കൂടിക്കാഴ്ചയിൽ കാണുകയാണ്. അപ്പോൾ ഞാനൊരു സ്ഥലം, ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ആയിട്ടുള്ളൊരു വെർഷൻ നമ്മൾ തമ്മിൽ കണ്ടെത്തുകയാണ്. പല വീഡിയോസിലും നമ്മൾ അങ്ങനെ പല കോമഡി രീതിയിലും അല്ലാതെയും ഒക്കെ നിങ്ങളെ പാസ്റ്റിലോട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് പോവുക എന്നുള്ള രീതിയിലൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് ഫീൽ ആവുന്നത്. അപ്പോൾ നീ സെൽഫ് ടോക്ക് ചെയ്യേണ്ടത് പെട്ടെന്ന് ഇത് ഫീൽ ആവണമെന്നില്ല. ആദ്യം ചെറിയ രീതിയിൽ സെൽഫ് ടോക്ക് ചെയ്യാത്ത ആൾക്കാർ സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ സെൽഫ് ടോക്ക് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇനി ഉടനെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് നിങ്ങളോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. ഈ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ടാവുമല്ലോ. ഈ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ പ്രസൻറ്റിലേക്ക് വരുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്. നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് പ്രസൻറ്റ് ലൈഫിലേക്ക് നിങ്ങൾ വരുന്നതാണ് ഒരു വെർഷൻ. ആ ഒരു വെർഷൻ നിങ്ങളുടെ പ്രസൻറ്റ് വെർഷനിലെത്തി നിൽക്കുന്ന ഒരാളിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്. ഇനി 2 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള സെൽഫിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോബ്ലമാണ് അവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് നിൽക്കേണ്ട ഒരു ഫീല് വരുന്നെങ്കിലും ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടിയിരിക്കും. കാരണം ഞാനിത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്കിത് കിട്ടാറുണ്ട്. കാരണം ഇവിടെ നമ്മളായിട്ടല്ല ചെയ്യുന്നത്. നമ്മുടെ ഫ്യൂച്ചർ സെൽഫും പ്രസൻ്റ് ആയിട്ടുള്ള സെൽഫിനെ ഫ്യൂച്ചർ സെൽഫും പാസ്റ്റ് സെൽഫും കൂടെ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞ് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞ കാര്യം വേറൊന്നുമില്ല. ഇവിടെയാണ് നമ്മുടെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഫ്യൂച്ചർ സെൽഫ് വന്ന് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളതാണ്.
ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചില ആൾക്കാർക്ക് മനസ്സിലാവും. ചില ആൾക്കാർക്ക് തോന്നും ഈ ഒരു 3 കാര്യമാണോ ഇത്രയും വലിയ രീതിയിലൊക്കെ പറഞ്ഞു വന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വലിയൊരു പവറാണുള്ളത്. കാരണം ഞാനിത് വെറുതെ പറയുന്നതല്ല. നിങ്ങളിപ്പോൾ ഏതൊരു കോഴ്സ് നിങ്ങൾ വാങ്ങിച്ചാലും അല്ലെങ്കിൽ ഏതൊരു മെൻറ്റർഷിപ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലും ഈ ഒരു ഫ്രെയിം വർക്ക് നിങ്ങളിൽ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വെളിയിൽ നിന്ന് ഒരാൾ തരുന്നേക്കാളും റിസൾട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാകും. ഇത് ആദ്യമൊന്നും ഇതിന് വലിയൊരു സ്കോപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷെ കുറച്ചായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു പ്രശ്നത്തിനും നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ്, നിങ്ങളുടെ ജനിച്ചത് മുതൽ നിങ്ങളുടെ കൂടെ മരണം വരെ ഉള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ സെൽഫ് എന്ന് പറയാം. ഇതെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ഇരുന്ന സമയത്തോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന സമയത്തോ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന സമയത്തോ എല്ലാ സമയത്തും ഈ പറയുന്ന ഇന്നർ സെൽഫ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ഇന്നർ സെൽഫ് അറിയാതെ നിങ്ങൾ ജീവിതകാലം മുഴുക്കുകയും ചെയ്യുന്ന ഒരു കാര്യവും വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു കോഴ്സോ അല്ലെങ്കിൽ വേറൊരു കാര്യമോ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകരോട് ചില കാര്യങ്ങൾ തുറന്നു പറയും. മാതാപിതാക്കളോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചില കുട്ടികൾ അധ്യാപകരോട് തുറന്നു പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആരോടും തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ വേറൊരു കാര്യവും ഇതിനകത്ത് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇന്നർ സെൽഫ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഇന്നർ സെൽഫിനെ നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിൽ ഒരു രീതിയിലും ഒരു പ്രശ്നങ്ങളും നിങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളെ അഫക്റ്റ് ചെയ്യില്ല. വേണമെങ്കിൽ 100% വേണമെങ്കിലും ഗ്യാരണ്ടി പറയാം. കാരണം നിങ്ങൾക്ക് അത്രത്തോളം ഈ ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് മുന്നിലേക്ക് പോകാനുള്ളൊരു ഊർജം അല്ലെങ്കിൽ ഒരു വേ നിങ്ങൾക്ക് ഓപ്പണായി വരുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്കാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടുതലും പ്രാക്ടിക്കലാക്കി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇതിനകത്ത് ടൈം മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. നമ്മളൊരു ഡേ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഒരു ഡേയെ പ്ലാൻ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള മെത്തേഡ്സൊക്കെ ഞാൻ ഈ ചാനലിൽ പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഓവറോൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് ഏത് പ്രായത്തിലും ഏതൊരു സമയത്തും നിങ്ങൾക്കത് ചെയ്യാം. ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിൽ ഡെയിലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് പുതിയ ഹാബിറ്റുകളും ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോയിലും പോലെ ഞാനും പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള മിസ്റ്റേക്കുകളുണ്ടാവും. മനുഷ്യർക്ക് ഇപ്പോൾ ഒരാൾ നോക്കി കാണുന്ന ആംഗിൾ ആയിരിക്കില്ല വേറൊരാൾ നോക്കി കാണുന്നത്. ഇപ്പം ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുമ്പോൾ എന്നിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വേറൊരാളിൽ കാണും. ആ പറയുന്ന ആളിനും 100% ആ പറയുന്ന കാര്യത്തിൽ ചിലപ്പോൾ അയാൾ ഓക്കെ ആയിരിക്കും, പക്ഷെ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അയാൾ ബാക്കായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് അതിന് എന്തെങ്കിലും പോരായ്മകളുള്ള ആളായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും മറ്റൊരാളിന് വാല്യൂ കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് മാക്സിമം നോക്കുക. മനസ്സിന് എപ്പോഴും ഒരു സന്തോഷമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരു സെൽഫായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ കൺട്രോളിൽ നിർത്തിക്കൊണ്ട് പോകുന്ന രീതിയിൽ, കാരണം ആര് വന്നാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് വളരെ ഒരു എന്താ പറയുക, ഒരു മീനിങ് ഫുള്ളായിട്ടും ഒരു മൈൻഡ്ഫുള്ളായിട്ടും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ളൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.